മദ്രസ ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ ഫിഖ്ഹ് 10ാമത്തെ ചാപ്റ്റർ ആണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് പൊതുവിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മയ്യിത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇതിലെ ചർച്ചാ വിഷയം. കഴിഞ്ഞ ചാപ്റ്ററിൽ രോഗചികിത്സയും അനുബന്ധ വിഷയങ്ങളും നാം ചർച്ച വിഷയമാക്കിയതാണ്. എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് വരാം. അൽ വഹ്ദത്തുൽ ആശിറ 10ാമത്തെ ചാപ്റ്റർ. ഹുഖൂഖുൽ മയ്യിത്ത്, മയ്യിത്തുമായി ബന്ധപ്പെട്ട ഹക്കുകൾ, മയ്യിത്തുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഷഹിദൽ ജനാസത ഹത്താ യുസല്ല അലൈഹ ഫലഹു ഖിറാത്തുൻ. മൻ ഷഹിദൽ ജനാസത, ഒരാൾ ജനാസക്ക് പങ്കെടുത്താൽ, ജനാസക്ക് ഹാജരായാൽ, ഹത്താ യുസല്ല അലൈഹ, അങ്ങനെ നിസ്കരിക്കാൻ ഇടവന്നാൽ, നിസ്കരിക്കാൻ സാധിച്ചാൽ, ഫലഹു ഖിറാത്തുൻ, അവന് ഒരു ഖിറാത്ത് ലഭിക്കുന്നതാണ്. വമൻ ഷഹിദഹ, ഒരാൾ ജനാസക്ക് പങ്കെടുത്തു, ഹത്താ തുദുഫന, മറമാടുന്നത് വരെ അതിലൊക്കെ പങ്കെടുത്തു, ഫലഹു ഖിറാത്താനി, അവന് 2 ഖിറാത്തുണ്ട്. ഖീല വമൽ ഖിറാത്തു, എന്താണ് ഖിറാത്ത് എന്ന് ചോദിക്കപ്പെട്ടു. ഖാല, നബി തങ്ങൾ പറഞ്ഞ മറുപടി, മിസ്ലുൽ ജബലൈനിൽ അളീമൈൻ, 2 വലിയ പർവ്വതം പോലെ ഉള്ള പ്രതിഫലം, അതാണ് ഖിറാത്ത്. അപ്പോ ജനാസക്ക് പങ്കെടുക്കുന്നത്, നിസ്കരിക്കുന്നത്, നിസ്കാരത്തിന് പുറമെ മറ്റു കാര്യങ്ങളിൽ മറമാടുന്നതും അനുബന്ധ വിഷയങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് വലിയ പ്രതിഫലത്തിന് ഇടവരുത്തുന്ന ലഭിക്കുന്ന കാര്യമാണ് എന്നാണ് ഇതിന്റെ രത്ന ചുരുക്കം. ഹുക്മു തജ്ഹീസ്. ഇനി നമ്മൾ മയ്യിത്തിനെ പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം തജ്ഹീസ്, പരിപാലനം, അതിന്റെ വിധിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെയാണ് വിധി, എന്താണ്, ഏതൊക്കെ കാര്യങ്ങളാണ്. ഗസ്ലുൽ മയ്യിത്തി അൽ മുസ്ലിം, ഒരു മുസ്ലിമായ മയ്യിത്തിനെ കുളിപ്പിക്കുക. ഗൈരി ഷഹീദ്, ഷഹീദ് അല്ലാത്ത ഒരു മയ്യിത്തിനെ കുളിപ്പിക്കുക എന്നത്. വതക്ഫീനുഹു, അതുപോലെ കഫൻ ചെയ്യുക എന്നത്. വസ്സലാത്തു അലൈഹി, കഫൻ ചെയ്യാന്ന് പറഞ്ഞാൽ അറിയല്ലോ, നമ്മൾ തുണി കൊണ്ട് മയ്യിത്തിനെ പുതപ്പിക്കുന്നില്ല. വസ്സലാത്തു അലൈഹി, മയ്യിത്തിന്റെ മേൽ നിസ്കരിക്കൽ. വഹംലുഹു, മയ്യിത്തിനെ എടുത്തു കൊണ്ടുപോകൽ. വദഫ്നുഹു, മയ്യിത്തിനെ മറമാടൽ. മിൻ ഫുറൂദുൽ കിഫായത്തി, ഫർള് കിഫായയിൽ പെട്ടതാണ്. അപ്പൊ എന്തൊക്കെയാണ് ഫർള് കിഫായ? മയ്യിത്തിന്റെ ഹക്കുമായി ബന്ധപ്പെട്ട ഫർള് കിഫായ എന്തൊക്കെയാണ്? കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മയ്യിത്തിനെ ചുമന്നു കൊണ്ടുപോവുക, മറമാടുക. ഈ കാര്യങ്ങളൊക്കെ ഫർള് കിഫായയിൽ പെട്ടതാണ്. അപ്പോ ഷഹീദ് അല്ലാത്ത മുസ്ലിമിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഷഹീദ് ആണെങ്കിലോ, അമ്മ ഷഹീദു, അപ്പോൾ ഷഹീദ് ഫഇന്നമാ യജിബു തക്ഫീനുഹു, അവനെ കഫൻ ചെയ്യലും വദഫ്നുഹു, മറമാടലും മാത്രമാണ് നിർബന്ധം. കഫൻ ചെയ്യലും മറമാടലും മാത്രമാണ് നിർബന്ധം. യഹ്റുമു ഗസ്ലുഹു, അവനെ കുളിപ്പിക്കൽ ഹറാമാണ്. വസ്വലാത്തു അലൈഹി, നിസ്കരിക്കലും. അപ്പൊ കുളിപ്പിക്കലും നിസ്കരിക്കലും പാടില്ല. കാരണം ഷഹീദിന്റെ രക്തത്തിന് മഹത്വമുണ്ട്, ആ രക്തത്തോടുള്ള ബഹുമാനമാണ്. അത് കഴുകിക്കളയാതിരിക്കുക. രക്തമുണ്ടാകുമ്പോ ശുദ്ധീകരണം നടക്കാതെ നിസ്കാരം പറ്റില്ല, അപ്പൊ നിസ്കാരവും വേണ്ട. ഇങ്ങനെയാണ് അതിന്റെ വിധി. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫർള് കിഫായ പഠിച്ചു, ഷഹീദിന്റെ പരിപാലനം എന്താണെന്ന് പഠിച്ചു. ഇനി വസ്സിഖ്തു, ചെറിയ ചാപ്പിള്ള, അതിനെ കുറിച്ചാണ്. ചെറിയ കുട്ടിയായിട്ട് മരിച്ചു പോകുന്നില്ലേ, അതിനെ കുറിച്ചുള്ള മസലയും കൂടിയാണ് ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. ചെറിയ കുട്ടിയായിട്ട് ജനിക്കുമ്പോൾ അതാണ് സിഖത്ത്. ഇൻ ലഹറ അലൈഹി അമാറത്തുൽ ഹയാത്തി, ഒരു ജീവിതത്തിന്റെ അടയാളം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കരയുകയോ ഒന്ന് ചലിക്കുകയോ ചെയ്തിട്ടാണ് മരണപ്പെട്ടു പോയത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വജബ കുല്ലുമാ ദുഃഖിറ, അവിടെ കഫൻ ചെയ്യണം. അതുപോലെ കഫൻ ചെയ്യണം, കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, എടുത്തു കൊണ്ടുപോയിട്ട് മറമാടണം. ഇതൊക്കെ ചെയ്യണം. കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നിസ്കരിക്കണം, എടുത്തു കൊണ്ടുപോയി മറമാടണം. ഇതൊക്കെ ചെയ്യണം. ഇനി ഇല്ല, അങ്ങനെ ജീവന്റെ അടയാളമൊന്നും ഉണ്ടായിട്ടില്ല. ഫൈൻ ലഹറ ഖൽഖുഹു, ഒരു മനുഷ്യ രൂപം ഉണ്ടായിട്ടുണ്ട്.
തലയും കൈയും കാലും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒരു മനുഷ്യരൂപം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഫൈൻ ലഹറ ഖൽഖുഹു, സൃഷ്ടിപ്പ് പ്രത്യക്ഷമായി വെളിവായിട്ടുണ്ടെങ്കിൽ, അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു, വജബ സ്വലാത്തി, നിസ്കാരം വേണ്ട ബാക്കിയൊക്കെ ചെയ്യണം. കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മറമാടണം. ഇല്ലം യൽഹർ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ആ രൂപമൊന്നും ഉണ്ടായിട്ടില്ല, വെറും ഒരു ഒരു മാംസപിണ്ഡമാണ്. എന്നാൽ സുന്ന സത്രുഹു, അതൊന്ന് മറക്കണം, എന്നിട്ട് മറമാടണം. കുളിപ്പിക്കേണ്ടതില്ല. കുളിപ്പിക്കേണ്ടതുണ്ടത് ആ കോല ഉണ്ടായ ബിലാ ഹൊസലിൻ, കുളിപ്പിക്കാതെ. വൈങ്കാനത്തെ അലക്കത്തൻ, വെറൂരു രക്തപിണ്ഡം, അത് മുതാത്തൻ, അല്ലെങ്കിൽ വെറൂരു മാംസപിണ്ഡം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നുദിബ ദഫ്നുഹ, മറമാടിയാൽ മതി. ബിലാസത്തിരിൻ, അത് മറക്കേണ്ടതില്ല. വലോ ഉജിത, അപ്പൊ സിഖത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനസ്സിലായി. വലോ ഉജിത ജുസ്ഉ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ ഒരു പാർട്ട്, ഒരു ഭാഗം, ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം ലഭിച്ചു. ഉലിമ മൗത്തുഹു, അയാൾ മരണപ്പെട്ടത് അറിയാം, അയാളുടെ ഒരു ഭാഗം ലഭിച്ചാൽ എന്ത് ചെയ്യണം? ജുഹിസ ഉജൂബൻ, ഈ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യണം, നിർബന്ധമാണ്. മരണപ്പെട്ട ഒരാളുടെ ഒരു ഭാഗം പിന്നെ കിട്ടിയാല് അത് അനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യണം. തെജിബു ഇആദത്തു സ്വലാത്തി, നിസ്കാരം മടക്കൽ നിർബന്ധമാണ്. ഇദാ ലുഫിറ ബി സ്വാഹിബിൽ ജുസ്ഇ, ഈ ഒരു ജുസ് കിട്ടി, ഒരു ഭാഗം കിട്ടി, നമ്മൾ ആ ഭാഗം എന്ത് ചെയ്തു? മറമ കാര്യങ്ങൾ, അനന്തരകർമ്മങ്ങളൊക്കെ ചെയ്തു. ആ ആളെ തന്നെ പിന്നെ കിട്ടിയാൽ ആ കർമ്മങ്ങൾ, അയാളുടെ പേരിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണം. നേരത്തെ ആ ജുസ് കിട്ടിയപ്പോ, ഒരു പാർട്ട് കിട്ടിയപ്പോ ചെയ്തതിന്റെ പേരിൽ ഇനി എന്ത് ചെയ്യേണ്ട? ഇത് കൈ കിട്ടിയപ്പോ ഒരു കൈയാ കിട്ടിയത്, ആ കൈക്ക് നമ്മള് കുളിപ്പിച്ചു, കഫൻ ചെയ്തു, നിസ്കരിച്ചു, മറമാടി. അപ്പോ എല്ലാം ചെയ്തപ്പോ പിന്നെ ആണ് ആളെ കിട്ടുന്നത്. അപ്പൊ പിന്നെയും കുളിപ്പിക്കണോ? ഈ ഭാഗം കുളിപ്പിച്ച് ബാക്കിയുള്ള ഭാഗം കിട്ടിയാൽ ബാക്കിയുള്ള ഭാഗം പിന്നെ നേരത്തെ കുളിപ്പിച്ചിട്ടില്ലല്ലോ, അപ്പൊ ഒക്കെ ചെയ്യണം, കുളിപ്പിക്കണം, ഈ കഫൻ ചെയ്യുകയും ഒക്കെ ചെയ്യണം. അപ്പൊ തെജിബു ഇആദത്തു സ്വലാത്തി, നിസ്കാരം മടക്കൽ നിർബന്ധമാണ്. ഇദാ ലുഫിറ ബി സ്വാഹിബിൽ ജുസ്ഇ, ആ ജുസ്ഇന്റെ, ആ ഒരു കിട്ടിയ പാർട്ടിന്റെ യഥാർത്ഥ ആളെ കിട്ടിയാൽ, ആളെ പൂർണ്ണമായിട്ട് തന്നെ കിട്ടിയാൽ. ജീവിച്ചിരിക്കുന്ന ഒരാളിൽ നിന്ന് വേർപിരിഞ്ഞ ഭാഗം, അത് മറക്കലും മറമാടലും സുന്നത്താണ്. ഒരാളൊരു കൈ ജീവിതകാലത്ത് മുറിക്കപ്പെട്ടു, എന്നാൽ അത് എന്ത് ചെയ്യണം? ഒരു പൊതിഞ്ഞിട്ട് മറമാടണം. ഔ മിമ്മൻ ജുഹില മൗത്തുഹു, അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, അങ്ങനത്തെ ഒരാളിൽ നിന്നാണ് കിട്ടിയതെങ്കിൽ, ഇൻകാന നഹ്വ യദിൻ, അതൊരു കൈ പോലത്തതാണ്, ഒരു കൈ അല്ലെ ഒരു കാല്, അങ്ങനെയാ കിട്ടിയത്. എന്നാൽ ഇൻകാന നഹ്വ യദിൻ വദഫ്നുഹു ഫഖത്ത്, അവിടെ എന്ത് ചെയ്താൽ മതി? മറമാടിയാ മതി. ഇൻകാന നഹ്വ മിമ്മൻ ജുഹില മൗത്തുഹു, മരണം അറിയപ്പെടാത്ത ഒരാളിൽ നിന്നാണ് കിട്ടിയത് എങ്കിൽ, ഇൻകാന നഹ്വ യദിൻ, കൈ പോലത്തതാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ സത്റും, അതായത് മറക്കലും മറമാടലും വേണം. ദഫ്നുഹു ഫഖത്ത്, മറമാടിയാൽ മാത്രം മതി ഒരു മനുഷ്യന്റെ ഒരു ജുസ്. എങ്ങനത്തതാണെങ്കിൽ, ഇൻകാന നഹ്വ ദുഫ്രി, നഖം, മുടി, അതുപോലത്തെ ഒരാളെ കിട്ടിയാൽ അത് മണ്ണിന്റെ അടിയിലാക്കുകയാണ് ചെയ്യേണ്ടത്. അതിങ്ങനെ അവിടെ ഇവിടെ കിടക്കരുത്. മുടി, നഖം പോലെയുള്ള ഒരു പാർട്ട്, ശരീരത്തിന്റെ ഒരു ഭാഗം അവിടെ ഇവിടെയും കിടക്കരുത്. വമുഅനു തജ്ഹീസി സൗജത്തി, ഇനി ചിലവിനെ കുറിച്ചാ പറയുന്നത്. ആരാണ് ഇതിന്റെ ചിലവ് വഹിക്കേണ്ടത്? തുണി വാങ്ങണ്ടേ? അത്തരം ചിലവ് ആരാ വഹിക്കേണ്ടത്? വമുഅനു തജ്ഹീസി സൗജത്തി, ഒരു ഭാര്യയുടെ അനന്തരകർമ്മങ്ങളുടെ ചിലവ് നോക്കേണ്ടത് അലസൗജി, ഭർത്താവാണ്. അലസൗജിൽ ഗനി, ധനികനായ ഭർത്താവാണ്. അതിന് ശേഷിയുണ്ടെങ്കിൽ അയാൾ അത് ചെയ്യണം. വമുഅനു ഗൈരിഹ, പൊതുവിൽ ഭാര്യ അല്ലാത്ത ഒരാളുടെ ചിലവ് മിൻ തരിക്കത്തിഹി, ആരുടെ അനന്തരാവകാശത്തിൽ നിന്നാണ് എടുക്കേണ്ടത്. അവിടെ ഇല്ലെങ്കിൽ, അനന്തര സ്വത്ത് ഇല്ലെങ്കിൽ, ഫഅലാമൻ അലൈഹി നഫഖത്തുഹു, ചെലവ് കൊടുക്കുന്നവരാണ് അത് എടുക്കേണ്ടത്. അവരും ഇല്ലെങ്കിൽ ഫബൈത്തുൽ മാൽ, ബൈത്തുൽ മാല് അഥവാ ഖജനാവിൽ നിന്നാണ്, ഭരണകൂടത്തിന്റെ ചെലവിൽ നിന്നാണ് എടുക്കേണ്ടത്. അതും ഇല്ലെങ്കിൽ ഫമയാസീരിൽ മുസ്ലിമീൻ, മുസ്ലിം ധനികരാണ്, മുസ്ലിം നാട്ടുകാരായ സമ്പത്തുള്ളവർ അതാണ് എടുക്കേണ്ടത്, അവർക്കാണ് നിർബന്ധം. ഇനിയാണ് ചെലവിന്റെ കാര്യം.
ഇനി മയ്യത്തില് ഉള്ള ദുആ എങ്ങനെയാണ്? അഖല്ലു ദുആഇൽ വാജിബി ഫി സ്വലാത്തിൽ ജനാസത്തി. ജനാസ നിസ്കാരത്തില് വാജിബായ ദുആയിൽ ഏറ്റവും ചുരുങ്ങിയത് എന്താണ്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറഞ്ഞാൽ മയ്യത്ത് നിസ്കാരത്തിലെ നിർബന്ധമായ ഭാഗമായി. മഗ്സൂറുഹു അഫ്ളലു. അതില് ഹദീസിലും മറ്റുമൊക്കെ വന്നതിനാണ് മഗ്സൂർ എന്ന് പറയാ. അതാണ് ഏറ്റവും അഫ്ളലായത്. ഔലാഹു, അതിലേറ്റവും ഉത്തമമായത് ഇതാണ് റിവായത്തിൽ വന്നത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദി വനഖിഹി മിനൽ ഖത്വായ കമാ യുനഖ ثوബുൽ അബിയദു മിനദ് ദനസ് വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഅദ്ഖിൽഹുൽ ജന്നത വഅഇദുഹു മിൻ അദാബിൽ ഖബ്രി വഫിത്നതിഹി വമിൻ അദാബിൻ നാർ. ഇതാണ് നിർബന്ധം. നമുക്ക് അതിന്റെ അർത്ഥവും കൂടെ പറയാം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ അല്ലാഹുവേ, ഗ്ഫിർ ലഹു, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണേ. ഇത് പുരുഷനാവുമ്പോ വഗ്ഫിർ ലഹാ എന്ന് പറയും. വർഹംഹാ വഅഫു അൻഹാ വആഫിഹാ വഅക്രിം നുസുലഹാ വവസ്സി മദ്ഖലഹാ വഗ്സിൽഹാ ബിൽമാഇ വസ്സൽജി വൽബറദ് വനഖിഹാ മിനൽ ഖത്വായ കമാ യുനഖ ثوബുൽ അബിയദു മിനദ് ദനസ് വഅബ്ദിൽഹാ ദാറൻ ഖൈറൻ മിൻ ദാരിഹാ വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹാ വസൗജൻ ഖൈറൻ മിൻ സൗജിഹാ വഅദ്ഖിൽഹാ അൽ ജന്നത വഅഇദ്ഹാ മിൻ അദാബിൽ ഖബ്രി വഫിത്നതിഹി വമിൻ അദാബിൻ നാർ. ഇങ്ങനെയാണ് സ്ത്രീയാവുമ്പോൾ. അപ്പൊ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ മയ്യത്തിന് പൊറുക്കണേ. വർഹംഹു, കരുണ ചെയ്യണേ. വഅഫു അൻഹു, നീ വിട്ടുവീഴ്ച ചെയ്യണേ. വആഫിഹി, സുഖം നൽകണേ. വഅക്രിം നുസുലഹു, അവരെ ആ ഖബറിലെ അവർക്ക് നീ നൽകുന്ന സൗകര്യങ്ങൾ ആദരണീയമാക്കണേ. വവസ്സി മദ്ഖലഹു, അവർക്കുള്ള പ്രവേശന സ്ഥാനം, അവരെ നീ അവരെ പ്രവേശിപ്പിക്കുന്നത് നല്ല വിശാലതയും ബഹുമാനവും ഉള്ളതാക്കണേ. വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദ്, അവരെ ചൂടും പ്രയാസവും ആക്കാതെ തണുപ്പും കുളിർമയും നൽകി അവരെ നീ കുളിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നൽകുന്ന ആദരവാണ് അവിടെയൊക്കെ. വനഖിഹി മിനൽ ഖത്വായ, ദോഷങ്ങളിൽ നിന്ന് നീ വൃത്തിയാക്കണേ. കമാ യുനഖ ثوബുൽ അബിയദു മിനദ് ദനസ്, ഒരു വെള്ള വസ്ത്രം നന്നായി വൃത്തിയാക്കപ്പെടുന്നത് പോലെ നീ വൃത്തിയാക്കി ഒഴിവാക്കി കൊടുക്കണേ. വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി, അവരെ വീടിനേക്കാൾ നല്ല വീട്. വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി, ബന്ധപ്പെട്ടവരെക്കാൾ നല്ല ബന്ധപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള അവസ്ഥയേക്കാൾ നല്ല അവസ്ഥ നൽകണം എന്നാണ് ഇതിന്റെയൊക്കെ അർത്ഥം. വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, ഇണയേക്കാൾ നല്ല ഇണ. വഅദ്ഖിൽഹുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. വഅഇദുഹു മിൻ അദാബിൽ ഖബ്ർ, ഖബർ ശിക്ഷയിൽ നിന്ന് കാക്കണേ. വഫിത്നതിഹി, ഖബറിന്റെ ഫിത്നയിൽ നിന്ന് കാക്കണേ. വമിൻ അദാബിൻ നാർ, നരകശിക്ഷയിൽ നിന്ന് കാക്കണേ. വയസീദു നദ്ബൻ, സുന്നത്താണ് വർദ്ധിപ്പിക്കൽ. എന്തൊക്കെ? അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ വമയ്യിത്തിനാ വശാഹിദിനാ വഗായിബിനാ വസഗീരിനാ വകബീരിനാ വദക്കരിനാ വഉൻസാനാ. اللهم من أحييته منا فأحيه على الإسلام ومن توفيته منا فتوفه على الإيمان. ഇങ്ങനെ വർദ്ധിപ്പിക്കുക. അതിന്റെ അർത്ഥം എന്താ? അല്ലാഹുമ്മ, അല്ലാഹുവേ, യഗ്ഫിർ, നീ പൊറുക്കണേ. ലി ഹയ്യിന, ജീവിച്ചിരിക്കുന്നവർക്ക്, ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്ക്. മയ്യിത്തിന, ഞങ്ങളിൽ മരിച്ചവർക്ക്. ഷാഹിദിന, ഞങ്ങളിൽ സ്ഥലത്തുള്ളവർക്ക്. വഗായിബിന, സ്ഥലത്തില്ലാത്തവർക്ക്. സഗീരിന, ചെറിയവർക്ക്. വകബീരിന, വലിയവർക്ക്. വദക്കരിന, ഞങ്ങളിലെ പുരുഷന്മാർക്ക്. ഉൻസാന, ഞങ്ങളിലെ സ്ത്രീകൾക്ക്. അല്ലാഹുമ്മ, അല്ലാഹുവേ, മൻ അഹ്യൈതഹു, ആരെയാണോ നീ ജീവിക്കാൻ അവസരം നൽകുന്നത്, മിന്ന, ഞങ്ങളിൽ നിന്ന്, ഫഅഹീഹി അലൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മേൽ ജീവിപ്പിക്കണേ. വമൻ തവഫൈതഹു മിന്ന, ഞങ്ങളിൽ നിന്ന് ആരെയാണോ നീ മരിപ്പിക്കുന്നത്, ഫതവഫഹു അലൽ ഈമാൻ, ഈമാനിന്റെ മേൽ മരിപ്പിക്കണേ. ഇതാണ് വർദ്ധിപ്പിക്കൽ സുന്നത്ത്. വയസീദു ഐളൻ ഫി സ്വലാത്തി അല ത്വിഫ്ലി, കുട്ടിയുടെ മേലുള്ള മയ്യിത്ത് നിസ്കാരത്തിൽ ഇതും കൂടെ വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. اللهم اجعله فرطا لأبويه وسلفا وذخرا وعظة واعتبارا وشفيعا وثقل به موازينهما وأفرغ الصبر على قلوبهما ولا تفتنهما بعده ولا تحرمهما أجره. اللهم, അല്ലാഹുവേ, ഇജ്അൽഹു, നീ ഈ കുട്ടിയെ ആക്കണേ. ഫറത്തൻ, ഒരു സൂക്ഷിപ്പ് ഒരു നേരത്തെ പോകുന്ന ആളാക്കണേ. ഈ അബവൈഹി, മാതാപിതാക്കൾക്ക്. വസലഫൻ, ഒരു മുൻകരുതൽ. വദുഖ്റൻ, ഒരു സൂക്ഷിപ്പ് സ്വത്ത്. വൈളത്തൻ, ഒരു ഉപദേശം. മരണം മുന്നിൽ കാണുമ്പോ ഇത് എനിക്കുള്ളതാണ് എന്നുള്ളൊരു ഉപദേശം. വൈത്തിബാറൻ, അതൊരു പാഠം ഉൾക്കൊള്ളൽ. ഷഫീഅൻ,
ഒരു ശുപാർശകനാക്കണേ ഈ കുട്ടിയെ. സഖിൽ ബിഹി, ഈ കുട്ടിയെ കൊണ്ട് നീ ഘനമാക്കണേ മവാസീനവും അവരുടെ മീസാൻ. വാഫ്രിഖ് സ്വബ്റ, അവർക്ക് ക്ഷമ ചൊരിച്ചു കൊടുക്കണേ അല ഖുലൂബിഹിം, അവരുടെ മനസ്സിന്റെ മേൽ. വല തഫ്തിൻഹുമ, ഇവർക്ക് വേഷം നീ ഫിത്ന നൽകരുത്, നാശം നൽകരുത്. വഅദഹു, ഈ കുട്ടിക്ക് ശേഷം. വല തഹരിമുഹുമ അജ്റഹു, ഈ കുട്ടി കാരണമുള്ള പ്രതിഫലം അവർ നീ നിഷേധിക്കരുതേ. ഈ കുട്ടി കാരണം നീ പ്രതിഫലം നൽകണേ എന്നർത്ഥം. ഇനി പറയാൻ പോകുന്ന ദുആ കഴിഞ്ഞു. ഇനി മയ്യത്ത് ചുമക്കുന്നതിനെ കുറിച്ച്, കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെ കൊണ്ടുപോകേണ്ടത്? യുഹ്മലുൽ മയ്യത്തു, മയ്യത്തിനെ ചുമക്കണം അല നഹ്വിൻ ആഷിൻ, മയ്യത്ത് കട്ടിലിന്റെ മേൽ. മയ്യത്ത് കട്ടിൽ പോലെ ഒരു സാധനത്തിന്റെ മുകളിൽ നേരെ ഇങ്ങനെ എടുത്തു കൊണ്ടുപോക്കൽ ഒരു അനാദരവാണ്. വയഹ്റുമു ഹംലുഹ, മയ്യത്തിനെ ചുമക്കൽ ഹറാമാണ്, കൊണ്ടുപോകൽ ഹറാമാണ്. അല ഹൈഅത്തിൻ മുസ്രിയത്തിൻ, ഒരു നിസാരപ്പെടുത്തുന്ന രീതിയിൽ കൊണ്ടുപോകൽ ഹറാമാണ്. കഹംലിഹ, ഏതുപോലെ? കഹംലിഹ ഫി ഖിറാറത്തിൻ, അശ്രദ്ധായിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക, ഒരു മയ്യത്താണ് എന്നുള്ള ബോധമൊന്നും ഇല്ലാത്തൊരു കൊണ്ടുപോക്ക്. വാല യദിൻ, കയ്യിലെടുത്തു കൊണ്ടുപോവുക. വക്കത്തിഫിനെ, തോളിലെടുത്ത് കൊണ്ടുപോവാം, എന്തെങ്കിലും ചുമടൊക്കെ കൊണ്ടുപോകും പോലെ. മാലം യുഹ്സ തഗയ്യുറുഹു ഖബ്ല ഹുദൂരി നാഷിൻ, ഇപ്പൊ മയ്യത്ത് കട്ടിൽ കിട്ടിയിട്ടുമില്ല, എത്താന്ന് എടുത്താൽ ഈ മയ്യത്ത് കേടായി പോകാൻ സാധ്യതയുണ്ട്. അത്തരം സമയത്ത് അങ്ങനെ തന്നെ ചെയ്യാം. മാലം യുഹ്സ, ഭയപ്പെടാത്തപ്പോൾ. തഗയ്യുറുഹു, മയ്യത്ത് പകർച്ചയാകുന്നത്. ഖബ്ല ഹുദൂരി നാഷിൻ, മയ്യത്ത് കട്ടിലെത്തുന്നതിന് മുമ്പ്. ഫലാ ബഅസ, അപ്പോ തെറ്റില്ല. ബിഹംലിഹി അലൽ ഐദി, കയ്യിലെടുക്കുന്നതിൽ തെറ്റില്ല. ബർറിഖാബി, അല്ലെങ്കിൽ പെരടിയിൽ എടുക്കുന്നതിൽ തെറ്റില്ല. കമാലാസ് ബഅസ ബിദാലിക ഫി തുഫ്ലി മുത്ലഖ, കുട്ടിയിലും അങ്ങനെ തന്നെ. കുട്ടിയിൽ നിരുപാധികം കുട്ടിയെ മയ്യത്ത് കട്ടിലില്ലാതെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ പാടില്ല എന്നല്ല, അങ്ങനെ കൊണ്ടുപോകാം. വയുന്തബു ഫി ഹാലി സൈരി, കൊണ്ടുപോകുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം അതാണ് ഇനി പറയുന്നത്. വയുന്തബു, സുന്നത്താണ്. ഫി ഹാലി സൈരി, നടക്കുന്ന സമയത്ത്. സൈറ് നടക്കുക, ഹാലി ആ അവസ്ഥ, ആ നടക്കുന്ന സമയത്ത് സുന്നത്താണ്. ജഅലു റഅസിഹി, മയ്യത്തിന്റെ തല ആക്കുക. ഇല ജിഹത്തി ത്വരീഖ്, വഴിയിലേക്ക്. കാലിനേക്കാൾ തലയാണ് മുമ്പിൽ വരേണ്ടത്. വൽ ഇസ്റാഉ ബിഹി ബിലാ അദ്വിൻ, വേഗം കൊണ്ടുപോകുക. ഇസ്റാ എന്ന് പറഞ്ഞാൽ വേഗം കൊണ്ടുപോകുക. ബിലാ അദ്വിൻ, ചാടി നടക്കാതെ. അതായത് അത് നടക്കുമ്പോ അങ്ങനെ ഇതങ്ങ് എത്താനുള്ള ഭാവമൊന്നും ഇല്ലാത്ത രീതിയിൽ നടക്കുന്നതിന് പകരം പരമാവധി വേഗമാണ് നടക്കേണ്ടത്. പക്ഷെ ഇളകരുത്, മയ്യത്ത് ഇങ്ങനെ ചാടിപ്പോകരുത്. വസത്തുറു നാഷിൽ മർഅത്തി, സ്ത്രീയുടെ മയ്യത്ത് കട്ടില് മറക്കുക. ബിനഹവി താബൂത്തിന്, മേലെ ഒരു താബൂത്ത്. ഇപ്പൊ സാധാരണ എല്ലാ മയ്യത്ത് കട്ടിലിനും അതുണ്ടാകും. പൊതുവെ മയ്യത്ത് കട്ടിലിനും താബൂത്ത് നിർബന്ധമില്ല. എന്നാൽ സ്ത്രീകൾക്ക് പ്രത്യേകം സുന്നത്താണ്. പുരുഷനാകുമ്പോഴും ഉണ്ടാകുകയാണ് പതിവ്. അങ്ങനെ തന്നെ ഉണ്ടായിരുന്നോട്ട്, അത് എടുത്തു മാറ്റൊന്നും വേണ്ട. തശീഉൽ ജനാസത്തി, ജനാസ പിന്തുടരുക. സുന്നത്തുൻ, അത് സുന്നത്താണ്. മുഅക്കദത്തുൻ, ശക്തമായ സുന്നത്താണ്. ലിരിജാലി, പുരുഷന്മാർ മയ്യത്തിന്റെ കൂടെ നടക്കുക. അമൻ നിസാഉ, സ്ത്രീകൾക്ക് ഫലാ തശീഅ ലഹുന്ന, അവർ മയ്യത്തിന്റെ കൂടെ നടക്കല് അവർക്ക് സുന്നത്തില്ല. വൽ മശിയു, നടക്കുക. അമാമഹ, മയ്യത്തിന്റെ മുമ്പിൽ നടക്കുക. ബിഖുർബിഹ, ഏകദേശം അടുത്തായിട്ട്, ദൂരല്ല, മയ്യത്തിന്റെ അടുത്തായിട്ട് മുമ്പിൽ നടക്കൽ അഫ്ളലു, അതാണ് കൂടുതൽ അഫ്ളൽ. വയുക്റഹു, കറാഹത്താണ്. അർറുക്കൂബ്, വാഹനത്ത് പോകൽ കറാഹത്താണ്. ബിലാ ഉദരിൻ, കാരണമില്ല. നടക്കാൻ പറ്റില്ല, അപ്പൊ വാഹനത്ത് പോകാം. അല്ലാതെ വാഹനത്തിലല്ല മയ്യത്തിന്റെ കൂടെ പോകേണ്ടത്, നടന്നിട്ടാണ്. വയുസന്നു, സുന്നത്താണ്. അൽ മശിയു, നടക്കൽ. മുത്തഫക്കിറ, ചിന്തയോടെ നടക്കുക, അത് സുന്നത്താണ്. എന്താണ് ചിന്തിക്കേണ്ടത്? ബിഖൽബിഹി, മനസ്സിൽ ചിന്തിക്കേണ്ടത് എന്താണ്? ഫിൽ മൗത്തി, മരണത്തെക്കുറിച്ച്. ദാക്കിറം ബി ലിസാനിഹി, നാവ് കൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ട് പോകണം. ബിലാ ലഗത്തിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെ ഉറക്കെ ലഗത്തായിട്ട് ഒരു അപശബ്ദമായി ചെല്ലാതെ എന്ത് ചെയ്യണം? അത് ഈ ഒരു മിതമായ ശബ്ദത്തിൽ ചൊല്ലിക്കൊണ്ടാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ ഒരു ഒതുക്കത്തിലാണ് ചൊല്ലേണ്ടത്. നാവുകൊണ്ട് ചൊല്ലുക, മനസ്സുകൊണ്ട് ചിന്തിക്കുക മരണത്തെക്കുറിച്ച്. ഇത് സുന്നത്താണ്. അപ്പൊ നടക്കേണ്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലായി. എങ്ങനെ നടക്കണം, എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി വയുസ്തഹബ്ബു, സുന്നത്താണ്. ലിമൻ മറത്ത് ബിഹി ജനാസത്തുൻ, ഒരാൾ ഒരിക്കൽ കൂടി ഒരു ജനാസ പോയി. യുസ്തഹബ്ബു, സുന്നത്താണ്. ലിമൻ, ഒരാൾക്ക്. മറത്ത് ബിഹി, ഒരാളുടെ അടുത്തൂടെ പോയിരിക്കുന്നു. ജനാസ കൊണ്ടുപോയിരിക്കുന്നു. അയാൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. ലഹ, ആ ഈ ജനാസക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇൻകാന മുസ്ലിമൻ, മുസ്ലിമാണ്. യഖൂൽ, എന്താ പറയേണ്ടത്? സുബ്ഹാനൽ ഹയ്യില്ലദീ ലാ യമൂതു, അല്ലാഹു അക്ബർ, സദഖല്ലാഹു വറസൂലുഹു,
ആദാമാ വഅദന അല്ലാഹു റസൂലുഹു അല്ലാഹുമ്മ സിദ്നാ ഈമാനം വതസ്ലീമാ. ഇതിന്റെ അർത്ഥം എന്താ? സുബ്ഹാനൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത സജീവമായി നിൽക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തി പറയുന്നു. അല്ലാഹു അക്ബർ, അള്ളാഹു വലിയവനാണ്. സദഖല്ലാഹു റസൂലുഹു, അള്ളാഹു റസൂലും പറഞ്ഞത് ശരിയാണ്. ആദാമാ വഅദന അല്ലാഹു, ഇത് നമുക്കും വാഗ്ദത്തം ചെയ്തതാണ് ഈ മരണം. ആദാമാ വഅദന അല്ലാഹു റസൂൽ, അള്ളാഹു റസൂലും നമുക്ക് വാഗ്ദത്തം ചെയ്തതാണ് ഈ മരണം. അല്ലാഹുമ്മ, അല്ലാഹുവേ, സിദ്നാ, ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ, ഈമാനൻ വതസ്ലീമൻ, ഈമാനും അച്ചടക്കവും വർദ്ധിപ്പിക്കണേ. ഇങ്ങനെ പ്രാർത്ഥിക്കൽ സുന്നത്താണ്. ഇനി തദ്രീബാത്താണ്. തദ്രീബാത്തിൽ സാധാരണ നമുക്ക് ആദ്യം വരാറുള്ള നിഖ്റഉ വനസ്തഉബുൽ മഅന, വായിച്ച ആശയം മനസ്സിലാക്കുക. മൻ ഷഹിദൽ ജനാസത്ത, ഒരാള് ജനാസക്ക് ഹാജരായാൽ, ഹത്താ യുസല്ല അലൈഹ, അങ്ങനെ നിസ്കരിക്കുകയും കൂടെ ചെയ്താൽ, ഫലഹു ഖീറാത്തുൻ, അവന് ഒരു ഖീറാത്തുൻ. അമൻ ഷഹിദഹ, ഒരാൾ ജനാസക്കു ഹാജരായി, ഹത്താ തുദുഫന, മറമാടുന്നവരെ ഹാജരായി, ഫലഹു ഖീറാത്താനി, അവര് 2 ഖീറാത്ത് പ്രതിഫലമുണ്ട്. ഖീല വമൽ ഖീറാത്തു, എന്താണ് ഖീറാത്ത് എന്ന് ചോദിക്കപ്പെട്ടപ്പോ കാല നബിതങ്ങൾ പറഞ്ഞു, മിസ്ലുൽ ജബലൈനിൽ അദീമൈൻ, വലിയ 2 മല പോലെയുള്ള പ്രതിഫലം എന്ന് പറഞ്ഞു. അപ്പോ ഇത്രയും ആണ് ഇതിന്റെ ആശയം. ആശയം എന്താണ് മൊത്തത്തിൽ പറയണ? എങ്ങനെയാ പറയാ? ഒരാള് ജനാസക്ക് ഹാജരാകുകയും നിസ്കരിക്കുകയും ചെയ്താൽ 1 ഖീറാത്ത് പ്രതിഫലവും, ജനാസക്ക് ഹാജരായിട്ട് മറമാടുന്നത് വരെയുള്ള സർവ്വകർമ്മങ്ങൾക്കും പങ്കെടുത്താൽ 2 ഖീറാത്ത് പ്രതിഫലവും കിട്ടും. ഈ 2 ഖീറാത്ത് എന്താണ്? വലിയ മല പോലെയുള്ള 2 മല പോലെയുള്ള പ്രതിഫലം. ഓക്കെ, ഓർമ്മയിൽ നിന്ന് ഓർത്തെടുക്കുക. സുബ്ഹാനൽ ഹയ്യിൽ ലദീ ലാ യമൂതു, അല്ലാഹു അക്ബർ, സദഖല്ലാഹു വറസൂലുഹു, ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു, അല്ലാഹുമ്മ സിദ്നാ ഈമാനം വതസ്ലീമാ. ഇതാണ് അല്ലാഹുമ്മ ജഅൽഹു ഫറതൻ ലി അബവൈഹി, നമ്മളെ ദുആ ഇല്ലേ, اللهم اجعله فرطا لأبويه وسلفا وذخرا وعظة واعتبارا وشفيعا وثقل به موازينهما وأفرغ الصبر على قلوبهما ولا تفتنهما بعده ولا تحرمهما أجره. ഇതാണ് പൂരിപ്പിക്കുന്നത്. ഇനി എന്താണ്? اللهم اغفر لحينا وميتنا وشاهدنا وغائبنا، اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وانثانا، اللهم من احييته منا فاحيه على الاسلام ومن توفيته منا فتوفه على الايمان. അതാണ് അവിടെ പറഞ്ഞത്. ഇനി അല്ലാഹുമ്മ, അത് കഴിഞ്ഞു. നക്തഷിഫുൽ ഇജാബാത്ത്, ഉത്തരങ്ങൾ കണ്ടെത്തുക. ഇജാബാത്ത് ഉത്തരങ്ങൾ കണ്ടെത്തുക. നക്തഷിഫു എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തുന്നു. മാഹിയ ഫുറൂദുൽ കിഫായത്തി ഫി ഹഖിൽ മയ്യിത്തി, മാഹിയ ഏതൊക്കെയാണ്, ഫുറൂദുൽ കിഫായ ഫർള് കിഫായയായ കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഫി ഹഖിൽ മയ്യിത്തി ഒരു മയ്യത്തിന്റെ ഹഖിൽ ഫർള് കിഫായയായ കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇതാണ് കുളിപ്പിക്കുക, ഷഹീദല്ലാത്ത മയ്യത്തിനെ കഫൻ ചെയ്യുക, നിസ്കരിക്കുക, ചുമന്നു കൊണ്ടുപോയി മറമാടുക. ഇതാണ് ഷഹീദല്ലാത്തതില് കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, ചുമന്നു കൊണ്ടുപോയി മറമാടുക. ഇനി ഒരു ഷഹീദിനെ എങ്ങനെയാണ് തജ്ഹീസ് അനന്തര കർമ്മങ്ങൾ ചെയ്യേണ്ടത്? അമ്മ ഷഹീദിൽ എന്താ ചെയ്യേണ്ടത്? ഇന്നമാ യജിബു തക്ഫീനുഹു വ ദഫ്നുഹു, അവന് കഫൻ ചെയ്തു മറമാടണം. എന്ത് ചെയ്യരുത്? നിസ്കരിക്കരുത്. കുളിപ്പിക്കുകയും നിസ്കരിക്കുകയും ചെയ്യരുത്. അത് മയ്യത്തിനുള്ള ബഹുമാനാണല്ലോ അല്ലെ. 3, ബയ്യിൻ മസായില തജ്ഹീസി സിഖത്തി, ഒരു ചാപ്പിള്ള എന്ന് പറയാ, അതായത് ചെറിയ കുട്ടി, അതിന് അനന്തര കർമ്മങ്ങളുടെ മസലകൾ വിശദീകരിക്കുക. ബയ്യിൻ വിശദീകരിക്കുക. മസായിൽ മസ്അലകൾ, തജ്ഹീസ് മരണാനന്തര കർമ്മങ്ങളുടെ, അസിഖത്ത് ചാപ്പിള്ളയുടെ എന്തൊക്കെയാണ്? അമ്മ സിഖത്തു വസിഖത്തു ഇൻ ലഹറത്ത് അലൈഹി അമാറത്തുൽ ഹയാത്തി വജബ കുല്ലുമാ ദുക്കിറ, ഒരു ജീവന്റെ അടയാളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ
എല്ലാം ചെയ്യണം. കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, കൊണ്ടുപോയി മറമാടണം. ഇനി ജീവന്റെ അടയാളം ഇല്ലെങ്കിൽ, ഒരു മനുഷ്യരൂപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിസ്കാരമല്ലാത്ത എല്ലാം ചെയ്യണം. എന്തൊക്കെ ചെയ്യണം? കഫൻ ചെയ്യണം, കൊണ്ടുപോയി കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മറമാടണം. ഇനി ആ രൂപം ഉണ്ടായിട്ടില്ലെങ്കിൽ മറച്ച്, അതായത് ഒന്നും കഫൻ ചെയ്യുക, മറച്ചിട്ട് മറമാടുക, അതെ, കുളിപ്പിക്കേണ്ടതില്ല. ഇനി വെറും ഒരു രക്തപിണ്ഡമോ മാംസപിണ്ഡമോ മാത്രമേ ഉള്ളൂങ്കിൽ എന്ത് ചെയ്താൽ മതി? മറമാടിയ മാത്രം മതി. ഇതാണ് സിഖത്തിന്റെ മസ്അലകൾ. ഇനി എന്താണ് തജീസിന്റെ ചിലവ്? മരണാനന്തര കർമ്മങ്ങളുടെ ചിലവ് ആരാണ് വഹിക്കേണ്ടത്? ചിലവ് ആരാ വഹിക്കേണ്ടത്? വമുഅനു തജ്ഹീസിൽ മയ്യിത്ത്, ഈ പേജിന്റെ അവസാനം ഉണ്ടല്ലോ, ഭാര്യയുടേത് ഭർത്താവ്, ധനികനായ ഭർത്താവാണ്. അല്ലാത്തത് അവരുടെ അനന്തരാവകാശത്തിൽ നിന്നാണ്. അനന്തരാവകാശം ഇല്ലെങ്കിൽ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരാണ്. അതില്ലെങ്കിൽ ബൈത്തുൽ മാലാണ്. അതും ഇല്ലെങ്കിൽ ധനികരായ മുസ്ലിമീങ്ങളാണ് അതിന്റെ ചെലവ്. ഇനി ഏത് ഇല അയ്യി ജിഹത്തിൻ, ജിഹത്ത് എന്ന് പറഞ്ഞ ഭാഗം, ഇല അയ്യി ജിഹത്തിൻ, ഏത് ഭാഗത്തിലേക്കാണ് യുവജ്ജഹു തിരിക്കേണ്ടത്? റസൂൽ മയ്യത്തി, മയ്യത്തിന്റെ തല തിരിക്കേണ്ടത് ഹാല സൈരി ബിഹി, കൊണ്ടുപോകുന്ന സമയത്ത് ഏത് ഭാഗത്തേക്കാണ് തിരിക്കേണ്ടത്? ഇലാ ജിഹത്തി ത്വരീഖ്, ആ വഴിയുടെ ഭാഗത്തേക്കാണ് തല തിരിക്കേണ്ടത്. വഴിയുടെ ഭാഗത്തേക്ക്, അതായത് കൊണ്ടുപോകുന്ന ഭാഗത്തേക്ക്. ഇനി അടുത്ത ചോദ്യം, മാ ഹുവ അഖല്ലു ദുആഇൽ വാജിബി ഫി സ്വലാത്തിൽ ജനാസത്തി, മയ്യിത്ത് നിസ്കാരത്തിൽ, സലാത്തുൽ ജനാസ, മയ്യിത്ത് നിസ്കാരത്തിൽ വാജിബായ ദുആഇന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം എന്താണ്? അല്ലാഹുമ്മ ഗഫിർ ലഹു. വമാ അക്മലുഹു, ഏറ്റവും പൂർണ്ണമായത് എന്താണ്? അഖല്ലു ദുആഇ അല്ലാഹുമ്മ ഗഫിർ ലഹു, അതിന്റെ പൂർണ്ണമായ രൂപം അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വവസി മദ്ഖലഹു വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദ് വനഖിഹി മിനൽ ഖതായ കമാ യുനഖ സൗബുൽ അബിയദു മിനദ് ദനസ് വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഅദ്ഖിൽഹുൽ ജന്നത വഅഇദ്ഹു മിൻ അദാബിൽ ഖബ്രി വഫിത്നതിഹി വമിൻ അദാബിൻ നാർ. ഇതാണ് അതിന്റെ പൂർണ്ണമായ രൂപം. ഇനി ചോദ്യം, നീ എന്ത് ചെയ്യും? മാതാ തഫഅലു, നീ എന്ത് ചെയ്യും? ഒന്നാമത്തെ ചോദ്യം എന്താ? ലഹറത്ത് അല ഷത്തുൽ ബഹരി, ഒരു കടൽക്കരയിൽ പ്രത്യക്ഷപ്പെട്ടു. യദു മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ കൈ, ലം യുലം മൗതുഹു, മരിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഇന്നാളെ കൈയാണെന്ന് മനസ്സിലായി, ഇന്ന മുസ്ലിമിന്റെ കൈയാണെന്ന് മനസ്സിലായി. എന്നാ എന്ത് ചെയ്യും? നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? വലോ വുജിദ ജുസു മുസ്ലിമിൻ ഉലിമ മൗതുഹു ജുഹിസ വുജൂബൻ. അതായത് സുന്ന സത്തുറു വദഫ്നു മൻഫസല മിൻ ഹയ്യിൻ ഔ മിമ്മൻ ജുഹില മൗതുഹു, മരിച്ചിട്ടുണ്ട് എന്ന് അറിയാത്ത അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്നൊരു ഭാഗം വേർപിരിഞ്ഞാൽ അത് മറക്കലും മറമാടലും സുന്നത്താണ്. ഇൻകാന നഹ്വ യദിൻ, ഒരു കൈയൊക്കെ പോലെയാണെങ്കിൽ മറക്കലും മറമാടലും സുന്നത്താണ്. അപ്പൊ എന്ത് ചെയ്യണം? അതൊരു തുണിയിൽ പൊതിഞ്ഞിട്ട് മറമാടും. രണ്ടാമത്തെ ചോദ്യം, വുജിദത്ത് റിജുലു റജുലിൻ, ഒരാളുടെ ഒരു കാല് കിട്ടി. ഉലിമ മൗതുഹു, അയാൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാം. ഉലിമ മൗതുഹു, അയാൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാം. വലം യുദ്ഫർ ബി സ്വാഹിബിഹ, ആ ആളെ കിട്ടിയിട്ടില്ല, ആളെ അറിയില്ല എവിടെ ഉള്ളതെന്ന് കിട്ടിയിട്ടില്ല, ഒരു ഭാഗം മാത്രം കിട്ടി. എന്നാൽ എന്ത് ചെയ്യണം? അതിനെ അനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യണം. കഴുകി കഫൻ ചെയ്ത്
നിസ്കരിച്ചിട്ട് മറമാടണം. ആളെ കിട്ടിയിട്ടില്ല, ഒരു ഭാഗമേ കിട്ടിയിട്ടുള്ളൂ, എന്നാ അങ്ങനെ ചെയ്യും. ഇനി എന്താ ഹോംവർക്ക് എന്നറിയാൽ, വാജിബുൽ മൻസിലി നല്ല ഭംഗിയുള്ള ഒരു ചാർട്ട് പേപ്പറിൽ മയ്യിത്ത് നിസ്കാരത്തിന്റെ ഈ ദുആകളെല്ലാം, പൂർണ്ണമായ ദുആ, അതുപോലെ ആ വർദ്ധിപ്പിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞ ദുആ, കുട്ടിയായിരിക്കുമ്പോൾ എക്സ്ട്രാ ചെയ്യാൻ പറഞ്ഞ ദുആ, ഈ ദുആകളൊക്കെ നല്ല വൃത്തിയിൽ ഒരു ചാർട്ടായിട്ട് നമ്മളെ തയ്യാറാക്കുക. നല്ല അടിപൊളി ചാർട്ട് തയ്യാറാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാഠം. അപ്പൊ ഇതിലൂടെ എല്ലാം പഠിച്ചു. സാധാരണക്കാരായ എല്ലാവർക്കും മയ്യിത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള വിഷയങ്ങളെല്ലാം ഇതിലുണ്ട്. അള്ളാഹു പഠിക്കാനും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.